Hi children, welcome back to English class. We have already discussed the first and second scenes of the screenplay My Sister's Shoes, right? I think you have already read it very well. നമുക്ക് അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു അല്ലേ. നമ്മൾ കുറച്ച് ഭാഗം പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് പറയേണ്ട എന്താണ്, സീൻ 3 ആണ് അല്ലേ. സീൻ 3ൽ എന്തൊക്കെ കാര്യങ്ങളെന്ന് വരുന്നത് നമുക്ക് നോക്കാം. സീൻ 3 മൂന്നാമത്തെ സീനാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. അപ്പോൾ ആദ്യത്തെ സീനിൽ എന്താ കാണിച്ചത്, കോബ്ലറിന്റെ ഷോപ്പ്. പിന്നെ കാണിച്ചത് ബേക്കറിയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്താണ്, ദ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ബേക്കറിയുടെ പുറത്തുള്ള ഫുഡ് പാത്ത്, നടപ്പാതയാണ് കാണിക്കുന്നത്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നൺ. കുറച്ച് ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ, ആണുങ്ങൾ എന്താ ചെയ്യുന്നത്, വെയിറ്റിംഗ് ഇൻ എ ക്യൂ, ഒരു ക്യൂവിൽ നിന്നിട്ട് ദേ വർ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ. ആ നാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയുടെ പുറത്ത് ക്യൂ നിൽക്കുകയാണ്, വരി നിൽക്കുകയാണ് ചെയ്യുന്നത്. ദ ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ് ഈസ് സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. ദൂരെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, ബിൽഡിങ്ങുകളുടെ എല്ലാം ഔട്ട്ലൈൻ. അതായത് ബിൽഡിംഗ് എല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അവരൊക്കെ ഒരു ചെറിയ രേഖാചിത്രം പോലെയുള്ള ഒരു വേഗ് ആയിട്ടുള്ള ഒരു പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ. ബിൽഡിങ്സിൻ്റെ എല്ലാം പിക്ചേഴ്സ് ദൂരെ നിന്നും കാണുന്നുണ്ട്. അലി സീൻ കമ്മിങ് ഔട്ട് ഫ്രം ദ ബേക്കറി ഇൻ ടു ദ ഫുട്പാത്ത്. അലി ബേക്കറിയുടെ ഉള്ളിൽ നിന്ന് ഫുട്പാത്തേക്ക് നടന്നു വരിക കേട്ടോ. ദ പാഴ്സൽ ഓഫ് നാൻ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ദ പാഴ്സൽ ഓഫ് ഷൂസ് ഇൻ ഹിസ് ലെഫ്റ്റ്. റൈറ്റ് ഹാൻഡിൽ എന്താ ഉള്ളത്, പാഴ്സൽ ഓഫ് നാൻ ഉണ്ട്. പിന്നെ മറ്റേ കയ്യിലോ, ലെഫ്റ്റ് ഹാൻഡിലോ പാഴ്സൽ ഓഫ് ഷൂസ്. ഒരു കയ്യിൽ ഷൂവിൻ്റെ പൊതിയും മറ്റേ കയ്യിൽ നാനിൻ്റെ പൊതിയുമാണ് ഉള്ളത്. ഹി പ്ലേസസ് ദ ബണ്ടിൽ ഓഫ് നാൻ on top of a pile of boxes of vegetables stacked in front of the shop and the bag of shoes in the small gap between two boxes. He places the bundle of naan on top of a pile of boxes. Pile of boxes എന്ന് പറഞ്ഞാൽ എന്താ, ബോക്സസ് ഇങ്ങനെ മോളയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അവിടെ ഈ നാനിൻ്റെ ബണ്ടിൽ വെക്കുക. ഓക്കെ. In front of the shop and the bag of shoes in the small gap between two boxes. അലിയുടെ കയ്യിൽ 2 പൊതി ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നാനിൻ്റെ പൊതി ഈ വെജിറ്റബിൾ ബോക്സിൻ്റെ മീതെ വയ്ക്കുന്നു. പിന്നെയുള്ള ഷൂവിൻ്റെ പൊതിയോ, അത് ഈ 2 വെജിറ്റബിൾ ബോക്സിൻ്റെയും ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഷൂവിൻ്റെ പൊതി വെക്കുന്നത്. ഓക്കെ. എന്താ നമ്മൾ പറഞ്ഞേ, ഷോപ്പിൻ്റെ, അതായത് ബേക്കറിയുടെ പുറത്ത് കുറച്ച് ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് നാൻ മേടിക്കാൻ. അതിനുശേഷം അലി പുറത്തേക്ക് വരികയാണ്, ബേക്കറിയുടെ പുറത്തേക്ക് നടന്നു വന്നിട്ട് ഒരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു. അവിടെ കയ്യിൽ 2 പൊതിയുണ്ട്. ഒരു പൊതി വെജിറ്റബിളിൻ്റെ ബോക്സിൻ്റെ മുകളിൽ വെക്കുന്നു, രണ്ടാമത്തെ ഷൂവിൻ്റെ പൊതി ഈ 2 വെജിറ്റബിൾ ബോക്സിൻ്റെയും ഗ്യാപ്പിലായിട്ടാണ് വെക്കുന്നത്. ഓക്കെ. ഓൺ ദ സൗണ്ട് ട്രാക്ക് എ ഹോക്കേഴ്സ് വോയിസ് ഇസ് ഹേർഡ്. ഒരു കച്ചവടക്കാരൻ്റെ, ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. സാൾട്ട് ഫോർ ട്രേഡ്. ഉപ്പ് വേണോ, ഉപ്പ് എന്ന് ചോദിച്ചിട്ട് ഒരു കച്ചവടക്കാരൻ വരുന്നുണ്ട്. ദ ഷോപ്പ് കീപ്പർ ഇസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. ഈ വെജിറ്റബിൾ ഷോപ്പിൻ്റെ ഷോപ്പ് കീപ്പർ, കടക്കാരൻ, ആ കൗണ്ടറിൻ്റെ, അതായത് നമ്മൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന കൗണ്ടറിൽ ആ കച്ചവടക്കാരൻ നിൽക്കുന്നുണ്ട്. ഇനി ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അലി ടു ദ ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് അലി പറയാണ്, അസ്സലാമു അലൈക്കും അക്ബർക്ക, ഐ നീഡ് സം പൊട്ടാറ്റോസ്. അക്ബർക്ക, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. അസ്സലാമു അലൈക്കും എന്നുള്ളതൊരു ഗ്രീറ്റിംഗ് ആണ്. ഗ്രീറ്റിംഗ് ആയിട്ട് അവർ വിഷ് ചെയ്യാണ്, കാണുമ്പോൾ വിഷ് ചെയ്തിട്ട് പറയാണ്. എന്നിട്ട് അക്ബർക്ക നമ്മൾ റെസ്പെക്റ്റിൽ പറയില്ലേ, അങ്ങനെ പറയാണ്, ചോദിക്കുകയാണ്, കുറച്ച് പൊട്ടാറ്റോസ് എനിക്ക് വേണം. അക്ബർ, ദ ഷോപ്പ് കീപ്പർ ഗിവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടാറ്റോസ് ഇൻ. അക്ബർ ആണ് ഷോപ്പ് കീപ്പറിൻ്റെ പേര്, അക്ബർ എന്നാണ്. അദ്ദേഹം ഒരു സ്മോൾ ബ്ലാക്ക് ബാഗ് കൊടുക്കുന്നത്, ഒരു ചെറിയ കറുത്ത ബാഗ് എന്ന് പറഞ്ഞൊരു കവർ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അത് വെക്കാനായിട്ടൊരു കവർ കൊടുത്തിട്ട് പൊട്ടാറ്റോസ് ഇടാൻ വേണ്ടിയിട്ടൊരു കവർ കൊടുക്കും. അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ് ഹോൾസം പൊട്ടാറ്റോസ് ഇൻ എ ബോക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്. അലി എന്താ ചെയ്യണേ, നമ്മളൊക്കെ കടയിൽ പോയാൽ എന്താ ചെയ്യുക, അതിലുള്ള നല്ല വലിയ പൊട്ടാറ്റോസ് തിരഞ്ഞെടുക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അലിയും അവിടെയുള്ള വലിയ പൊട്ടാറ്റോസ്, മുഴുത്ത പൊട്ടാറ്റോസ് എടുത്തിട്ട് കവറിൽ ഇടുകയാണ്. അതായത് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടാറ്റോസ് ഒക്കെ ഇങ്ങനെ കുമ്പാരായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലേ, ഹീപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും പൊട്ടാറ്റോസ് ഓരോന്നായിട്ട് കളക്ട് ചെയ്തിട്ട് ഈ കവറിലേക്ക് ഇടുകയാണ്. പിന്നെ ഡയലോഗാണ്, അക്ബർ, നോട്ട് ദോസ് കിഡ്, പിക്ക് സം ഡൗൺ ദർ. അതല്ല കുട്ടി, അതല്ല, ആ താഴെയുള്ള പൊട്ടാറ്റോസ് എടുക്കൂ, താഴെ കിടക്കുന്നത് എടുക്കൂ എന്ന് പറയാണ് ആര്, അക്ബർക്ക. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്, സ്ക്വാറ്റ്സ് ഡൗൺ ആൻഡ് ഫിൽസ് ദ ബാഗ് വിത്ത് സ്മോളർ പൊട്ടാറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദ ഫ്ലോർ
ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടാറ്റോസ്. അലി എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിട്ടോ സ്കാറ്റ്സ് ഡൗൺ. സ്കാറ്റ്സ് പറഞ്ഞാൽ എന്താ, അങ്ങനെ മുട്ട് മടക്കിയിട്ടിരിക്കില്ലേ, അങ്ങനെ. കാരണം താഴെയാണ് അല്ലേ, താഴെ നമുക്കൊരു സാധനം എടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം മുട്ട് മടക്കി ഇരുന്നിട്ട് അതിൽ നിന്നും ആ പൊട്ടാറ്റോസ് എടുത്തിട്ട് ബാഗ്സിൽ അവൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ബാഗിൽ നിറയ്ക്കുകയാണ്. അതിൽ ചെറിയ ചെറിയ പൊട്ടാറ്റോസ് ആണ് ഉള്ളത്, അതൊക്കെ അതിലേക്ക് എടുത്തിടുകയാണ്. ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടാറ്റോസ്. അവിടെ ക്ലോസപ്പ് ഷോട്ട്, അലി പൊട്ടാറ്റോസ് എടുക്കുന്നതിൻ്റെ ക്ലോസപ്പ് ഷോട്ടാണ് കാണിക്കുന്നത്. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേയ്മെന്റ്. പിന്നത്തെ കട്ട് ചെയ്തിട്ടുള്ള പിന്നെ എന്താ കാണിക്കണേ, അതായത് പേയ്മെന്റ്. ആ പേയ്മെന്റ് പറഞ്ഞാൽ നടപ്പാതെ അവിടെ നിന്ന് ഷോപ്പിലേക്കുള്ള വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഇത്രയും സമയവും ഷോപ്പിന്റെ ഉൾവശമാണ്, ഉൾവശത്ത് നിന്ന് ഉൾവശം എന്നാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് ബാക്കിൽ നിന്നും, അതായത് പേയ്മെന്റ് സ്ട്രീറ്റിൽ നിന്നുമുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. A man pushing a handcart filled with junk enters the frame from the right and stops in front of the shop. A man pushing a handcart. Handcart പറഞ്ഞാൽ എന്താ, ഒരു കൈവണ്ടി അല്ലെ, ഒരു ഉന്തുവണ്ടി, ഇങ്ങനെ ഉന്തികൊണ്ട് നടക്കുന്ന ഒരു വണ്ടി പുഷിങ്, അതായത് ഉന്തി കൊണ്ടുവരികയാണ്. എന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ, ഫിൽഡ് വിത്ത് ജങ്ക്. ജങ്ക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, വേസ്റ്റ്, യൂസ്ലെസ്, അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നിറച്ചിട്ടുള്ള ഒരു കൈവണ്ടി മുന്തിയിട്ടാണ് ഒരാൾ വരുന്നത്. എൻറ്റേഴ്സ് ദ ഫ്രെയിം, ഫ്രെയിമിലേക്ക് കടന്നു വരികയാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഈ ഫ്രെയിമിലേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ടോ ഫ്രം ദ റൈറ്റ് ആൻഡ് സ്റ്റോപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. അദ്ദേഹം നടന്നു വന്നിട്ട് ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തി. അടുത്ത ഡയലോഗ്, ദ ജങ്ക് കളക്ടർ ലൗഡ്ലി ടു ദ ഷോപ്പ് കീപ്പർ. ഉറക്കെ ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ജങ്ക് കളക്ടർ. അതായത് വേസ്റ്റ് ഒക്കെ പെറുക്കി നടക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ വേസ്റ്റ് ഒക്കെ കൊണ്ട് എടുത്ത് കളക്ട് ചെയ്യാൻ വരുന്ന ആള് വന്നിട്ട് ഷോപ്പിന്റെ അവിടെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അസ്സലാമു അലൈക്കും, വിത്ത് യുവർ പെർമിഷൻ, അങ്ങയുടെ അനുവാദത്തോടു കൂടി തന്നെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതായത് അദ്ദേഹം സ്ഥിരമായിട്ട് ജങ്ക് കളക്ട് ചെയ്യാൻ വരുന്ന ആളായിരിക്കാം, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പറയുന്നില്ല. വിത്ത് യുവർ പെർമിഷൻ, നിങ്ങളുടെ അനുവാദത്തോട് ചോദിച്ചിട്ട് തന്നെയാണ് സാധനം എടുത്ത് കൊണ്ടുപോവുക. The junk collector picks up bundles of used polythene bags lying scattered on the floor near the boxes of vegetables and throws them into the cart. ജങ്ക് കളക്ടർ അവിടെ കുറേ ബണ്ടിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്, വേസ്റ്റ് എല്ലാം, വേസ്റ്റ് ആയിട്ടുള്ള പോളിത്തീൻ ബാഗ്സ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൂട്ടമാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചിങ്ങനെ ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ അവിടെ നിലത്ത് ഇങ്ങനെ സ്കാറ്റേഡ് പറഞ്ഞാൽ എന്താ, സ്പ്രെഡ് ആയിട്ട് അല്ലെ, അവിടെ ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അതെല്ലാം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ത്രോസ് ദം ഇൻ ടു ദ കാർട്ട്, ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. ഹി സീസ് അലീസ് പാഴ്സൽ ഓഫ് ഷൂസ്. അവിടെ എന്താ, വെജിറ്റബിൾ ബോക്സിന്റെ അടുത്ത് വെച്ചിട്ടുള്ള അലിയുടെ ഷൂവിന്റെ കവറും അവിടെ കണ്ടു ജങ്ക് കളക്ടർ. എന്നിട്ടോ ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്, അതായത് വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട്, ഹി പിക്സ് ഇറ്റ് അപ്പ് ആൻഡ് പുട്ട്സ് ഇറ്റ് ഇൻ ദ കാർട്ട്. വണ്ടിയുടെ ഉള്ളിലേക്ക് ആ ജങ്ക് കളക്ടർ ഇട്ടു. അതായത് വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ട് വണ്ടിയിലേക്ക് ഇടുക ചെയ്തത്. ദ ജങ്ക് കളക്ടർ ഗുഡ് ബൈ. അതായത് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ പെറുക്കി അവിടെ വണ്ടിയിൽ കിട്ടിയതിന് ശേഷം അദ്ദേഹം പറയാണ് എന്താ, ഗുഡ് ബൈ, ഞാൻ പോട്ടെ എന്ന് പറയാണ്. അപ്പൊ അക്ബർ തിരിച്ചു പറയാണ് ഗുഡ് ബൈ. ദ ജങ്ക് കളക്ടർ ലീവ്സ്. ജങ്ക് കളക്ടർ അവിടെ നിന്ന് ലീവ് ചെയ്യുക, അതായത് ആ സീനിൽ നിന്ന് മാറുകയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഇസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റഡ് ടു? ലൊക്കേഷൻ എവിടെ ഷിഫ്റ്റ് ആയത്? എവിടെയായിരുന്നു? ബേക്കറിയുടെ ഇൻസൈഡ് ഭാഗമായിരുന്നു അല്ലേ, ബേക്കറിയുടെ ഉൾഭാഗമായിരുന്നു സെക്കൻഡ് ലൊക്കേഷൻ. പിന്നെ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ആയി? ടു ഔട്ട്സൈഡ് ദ ബേക്കറി അല്ലെ. ഔട്ട്സൈഡ് ദ ബേക്കറിയിൽ ഫസ്റ്റ് എന്താണ്, ടു ദ പേയ്മെന്റ്, പേയ്മെന്റ് കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങോട്ടാണ്? ടു ദ വെജിറ്റബിൾ ഷോപ്പ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, വാട്ട് കുഡ് ബി ദ ക്യാമറ മൂവ്മെന്റ് ഇൻ ദിസ് സീൻ? ഇവിടുത്തെ ക്യാമറ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഇവിടെ കുറേ കാര്യങ്ങൾ കാണിക്കണം അല്ലേ. വെജിറ്റബിൾ ഷോപ്പ് കാണിക്കണം, അവിടെ വെജിറ്റബിൾസ് കാണിക്കണം, അലി പിക്കിംഗ് പൊട്ടാറ്റോസ് കാണിക്കണം, അതുപോലെ ഒരു ജങ്ക് കളക്ടർ വരുന്നുണ്ട്, അതുപോലെ ഒരാൾ ഉപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു ഹോക്കർ വരുന്നുണ്ട്, ഒരു കച്ചവടക്കാരൻ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി ആകെ കുറെ കൺഫ്യൂസ്ഡ് തിങ്സ് ആണ്. ഇതെല്ലാം കൂടി കാണിക്കുന്നെങ്കിൽ എന്ത് വേണം? പാൻ എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ് അവിടെ അല്ലെ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് പരന്നിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ എല്ലാം കാണിക്കണം. അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്. വോയിസ് ക്യാമറ മൂഡ് ഇൻ ദിസ് മാനർ, അതെന്തിനാണ്? അതെല്ലാം ക്ലിയർ ആയിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് അവിടെ എടുക്കുന്നത്. ഓക്കെ, ദെൻ കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. ഷോപ്പിന്റെ ഇൻസൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇനി കാണിക്കുന്നത്. അക്ബർ ഇസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. അക്ബർ പൈസ എണ്ണാണ്, പണം എണ്ണുന്നൊരു ഷോട്ടാണ് അവിടെ കാണിക്കുന്നത്. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടാറ്റോസ്. അതേസമയം അലി താഴെ നിന്ന് പൊട്ടാറ്റോസ് പെറുക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. അലി ഫിനിഷസ് ഫില്ലിംഗ് ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്.
അലി ഈ ബാഗ് നിറയ്ക്കുന്നത്, അതായത് ബാഗിലേക്ക് പൊട്ടാറ്റോസ് നിറയ്ക്കുന്നതൊക്കെ കാണിച്ചതിന് ശേഷം എന്താ ചെയ്യണത്, അക്ബറിന് ആ കവറ് കൊടുക്കുകയാണ്. അക്ബറിന് കവർ കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്താ, തൂക്കം നോക്കാനാണ്. വെയിങ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അക്ബറിനെ ഏൽപ്പിക്കുകയാണ്. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി. ഒരു നിമിഷം അത് കയ്യിൽ പിടിച്ചിട്ട് തൂക്കിയിട്ട്, നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ഇത്ര വെയിറ്റ് ഉണ്ടാവും എന്നിങ്ങനെ കണക്കാക്കില്ലേ, തൂക്കി പിടിച്ചിട്ട്. അതായത് വെയ് മെഷീനിലൊന്നും നോക്കണില്ല വെയിറ്റ്, അപ്പോൾ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാവും, അപ്പോൾ അത്രയ്ക്കൊക്കെ കെയർ കൊടുക്കുന്നുള്ളൂ. വെറുതെ കയ്യിൽ പിടിച്ചിട്ടാണ് തൂക്കി നോക്കുന്നത് വെയിറ്റ്. അങ്ങനെ നോക്കിയിട്ട് എന്താ ചെയ്യണത്, ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരിച്ച് അലീനെ ഏൽപ്പിക്കുകയാണ്. ഈ ഹാൻഡ് ഓവർ ടു അലി. അക്ബർ പറയാണ് 65 ടോമൻസ്, 65 ടോമൻസ് ആണ് ഇതിന് വില വരുന്നത്. അപ്പോൾ അലി പറയാണ് മൈ മോം സെഡ് ടു പുട്ട് ഇറ്റ് ഇൻ അവർ ടാബ്. നമ്മുടെ അക്കൗണ്ട്സിൽ, അതായത് പറ്റ് ബുക്കിൽ, ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ആണ്, ആ പറ്റ് ബുക്കിൽ ഇത് ആഡ് ചെയ്യാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അക്ബർ പറയാണ് ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച് ഇറ്റ്സ് ലിമിറ്റ്. അമ്മയോട് പറയൂ, ഈ നിങ്ങളുടെ അക്കൗണ്ട് അതിൻ്റെ പരിധി കവിഞ്ഞിരിക്കുന്നു, മാക്സിമം എനിക്ക് തരാവുന്ന അത്രയും ഞാൻ കടം തരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ മാക്സിമം ലിമിറ്റിൽ എത്തിയിട്ടുണ്ട്. ഷി ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഒരു ചെറിയ ശതമാനമെങ്കിലും നിങ്ങളതിന് അടയ്ക്കണം എന്ന് അമ്മയോട് പറയണം, കുറച്ചെങ്കിലും അതിൻ്റെ എമൗണ്ട് ഒന്ന് പേ ചെയ്യണം എന്ന് അമ്മയോട് പോയിട്ട് പറയൂ എന്ന് പറയണം. അലി പറയണം ഓൾ റൈറ്റ്. അലി ടേൺസ് ടു ഗോ. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അലി ടേൺസ് ടു ഗോ, തിരിച്ചു പോവാനായിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഓക്കെ, ദെൻ കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഷോപ്പ്. ഇനി ഷോപ്പിൻ്റെ ഔട്ട്സൈഡ് ഭാഗമാണ് കാണിക്കുന്നത്. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. അലി പൈൽ ഓഫ് ബോക്സസ്, അതായത് ബോക്സുകൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. അതായത് കടയുടെ മുൻവശത്ത് കുറേ ബോക്സസ് വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നിറച്ചും വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് അലി നാനും അതുപോലെ തന്നെ എന്താ വെച്ചിരിക്കുന്നത്, പാക്കറ്റ് ഓഫ് ഷൂസും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എടുക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ ആൻഡ് ദെൻ ലുക്സ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ്. ആദ്യം നാൻ എടുത്തു, അതിനുശേഷം ഷൂ വെച്ച ബാഗ് നോക്കുക. അൺഏബിൾ ടു ഫൈൻഡ് ഇറ്റ്, he places the bag of naan atop the vegetable boxes and begins to search underneath. Unable to find it, അത് കാണാൻ കഴിഞ്ഞില്ല അല്ലേ, അവിടെ ഷൂവിൻ്റെ പാക്കറ്റ് അവിടെ കാണുന്നില്ല. അപ്പോൾ he places the bag of naan atop the vegetable boxes. വെജിറ്റബിൾ ബോക്സസിൻ്റെ മുകളിൽ ഈ നാനിൻ്റെ പാക്കറ്റ് വെച്ചു. അത് വെച്ചതിന് ശേഷം he begins to search underneath. അതായത് underneath എന്ന് പറഞ്ഞാൽ അടിയിൽ അല്ലേ, അടിയിൽ നോക്കാനായിട്ട് ശ്രമിക്കുക. അത് മുകളിലൊന്നും വെച്ച് കാണാൻ, ഇനിയിപ്പോൾ ബൈ ചാൻസ് അത് നിലത്ത് വീണിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് താഴെ നോക്കാൻ ശ്രമിക്കുകയാണ്. ഫസ്റ്റ് he puts it hand and then his head in the gap between the boxes of vegetables. ആദ്യം അലി എന്താ ചെയ്യണേ, കൈ കടത്തി വെച്ചിട്ട് ഗ്യാപ്പിൽ കൈ വെച്ചിട്ട് നോക്കുകയാണ്, അവിടെ വെച്ചിട്ടുണ്ടോ, ഈ പാക്കറ്റ് ഓഫ് ഷൂ വെച്ചിട്ടുണ്ടോ എന്ന് അലി നോക്കുകയാണ് ആദ്യം. അതിനുശേഷം എന്താ കാണാനില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനുള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തല കടത്തി വെച്ചിട്ട് തലയിട്ട് നോക്കുക ചെയ്യണം. അപ്പോഴോ വിച്ച് അപ്സെറ്റ്സ് ദം ഓൾ. അപ്സെറ്റ്സ് ദം ഓൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെവലിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ, അതൊക്കെ അതിൻ്റെ ആ ലെവലെല്ലാം പോയി. വിച്ച് അപ്സെറ്റ്സ്, അപ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണോ അതിരിക്കുന്നത് അത് തെറ്റിച്ചു. അങ്ങനെ തെറ്റിച്ചപ്പോൾ എന്താ ഉണ്ടായത്, ആ വെജിറ്റബിൾസ് എല്ലാം തന്നെ വീഴുകയാണ് ഉണ്ടായത്. ആ ബോക്സസ് ഒക്കെ ഒന്നിന് മീതെ വെച്ച് ബോക്സൊക്കെ ഒരു ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും, അപ്പോൾ അത് എല്ലാം തന്നെ തകിടം മറിഞ്ഞ് വീഴും. The vegetable boxes tumble and vegetables scatter on the ground. വെജിറ്റബിൾ ബോക്സസ് ഒക്കെ ഒന്ന് ആടിയിട്ട് എന്തുണ്ടായത്, വെജിറ്റബിൾസ് എല്ലാം അവിടെ പരന്ന് വീണു. On hearing the sound, Akbar comes running from outside the shop and sees the vegetables strewn on the ground. ഈ സൗണ്ട് ഒക്കെ കേട്ടിട്ട്, ഈ വെജിറ്റബിൾസ് ഒക്കെ വീഴുന്ന സൗണ്ട്, പെട്ടികളൊക്കെ വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ അക്ബർ കടയുടെ ഉള്ളിൽ നിന്ന് ഓടി വരികയാണ്. എന്നിട്ടോ അവിടെ വന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ആകെ പരന്ന് കിടക്കുക, സ്ട്യൂൺ ഓൺ ദ ഗ്രൗണ്ട്, അവിടെ സ്കാറ്റേഡ് അല്ലെ, ആകെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വെജിറ്റബിൾസ് നോക്കിയിട്ട് അക്ബർ ചോദിക്കുകയാണ്. അക്ബർ അനോയ്ഡ് എന്താ, വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്, നിങ്ങൾ എന്ത് പണിയെ കാണിക്കുന്നത്, നീ എന്ത് പണിയെ ചെയ്തതെന്ന് ചോദിക്കുക. ഹെൽ എന്ന് പറഞ്ഞ ഒരു കേഴ്സിങ് വേർഡാണ്, ഒരു ശാപവാക്ക് പോലത്തെ ഒരു വേർഡാണ് ഹെൽ, അതായത് നാശം പിടിക്കാൻ. നീ എന്ത് നാശമാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചോദിക്കുകയാണ്. വൈ ഡിഡ് യു സ്പിൽ ദീസ്, നീ എന്താണ് ഇതൊക്കെ ഇവിടെ പരത്തിയിട്ടത്, നീ എന്തൊക്കെ ഇവിടെ തട്ടിയിട്ടെന്ന് ചോദിക്കാം. ആർ യു ക്രേസി, നീ നിനക്കെന്താ പ്രാന്താണോ, നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കണേ. ക്രേസി എന്ന് പറഞ്ഞാൽ മാഡ്. നീ എന്താ ചെയ്തതെന്ന് വന്നിട്ട് ചീത്ത പറയാം. അപ്പോൾ 7th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഇവൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ സീൻ 3? സീൻ 3യിലുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? സീൻ 3യിൽ ആദ്യം ബേക്കറിയിൽ നിന്ന് അലി കംസ് ഔട്ട് ഓഫ് ദ ബേക്കറി, ദെൻ he steps into the vegetable shop അല്ലേ. Then we can see Ali and Akbar. പിന്നെന്താ, വേറെ അവിടെ ഒരു ഹോക്കർ വരുന്നുണ്ട്. പിന്നെന്താ ഉണ്ടായത്, he want to buy some
potatoes. Then Akbar hands over a cover to Ali and Ali picks the potatoes and put it in the cover. പിന്നെന്താണ്ടായത്? There comes a junk collector. Junk collector വന്നിട്ട് junks ഒക്കെ കളക്ട് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ he also picks the shoes, the repaired shoes of Ali. അതെടുത്തിട്ട് junk collector അതും എടുത്ത് പോയി. അതിനുശേഷം എന്താണ്ടായത്? After collecting the potatoes, he hands over the cover to the ഷോപ്കീപ്പറിന് കവർ കൊടുത്തിട്ട് എന്തിനാ ഫോർ വെയിങ് അല്ലെ, വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കവർ ഹാൻഡ് ഓവർ ചെയ്യാണ്. അത് വെയിറ്റ് നോക്കിയിട്ട് എമൗണ്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ എന്താ പൈസ ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം അത് മറ്റു ബുക്കിൽ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ വാട്ട് ഹാപ്പൻസ്? ഹി സ്റ്റെപ്സ് ഔട്ട് ഓഫ് ദ ഷോപ്പ് ആൻഡ് വാണ്ട്സ് ടു കളക്ട് ദോസ് നാൻ, അതുപോലെ തന്നെ ഷൂ അല്ലെ, ഷൂ രണ്ടും നോക്കുന്ന വഴിക്ക് എന്താ നാൻ ആദ്യം എടുത്തു. അതിനുശേഷം ഹീസ് ഇൻ സെർച്ച് ഓഫ് ദോസ് ഷൂസ്. അപ്പോൾ ഷൂ കാണുന്നില്ല. അപ്പോൾ ഇൻ സെർച്ചിങ് ഓഫ് ദ ഷൂസ് എല്ലാ വെജിറ്റബിൾസും അവിടെ സ്കാറ്റേർഡ് ആയിട്ട് വീഴുകയാണ്. അതായത് ആ ബോക്സസ് ഒക്കെ അവിടെ താഴെ വീണു. അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്ന ഈവൻസ്. മെയിൻ ഈവൻസ് ടേക്ക് പ്ലേസ് ഇൻ സീൻ 3. ഓക്കെ. ദെൻ 8th question. Which of the events is crucial in bringing about a twist in the narrative? ഏത് ഇവൻ്റ് ആണ് ഈ നറേറ്റീവിൽ, ഈ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നത്? ഏത് സീനാണ്, ഏത് ഇവൻ്റ് ആണ്? The junk collector takes the repaired shoes and put it in his hand cart. അല്ലെ, ഹാൻഡ് കാർട്ടിൽ ആ വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയുടെ ഷൂസ് എടുക്കുന്നിടത്താണ് ഈ സ്റ്റോറിയുടെ ട്വിസ്റ്റ്. ഓക്കെ. ദെൻ ഡയലോഗ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നമ്മൾ ആർ യു ക്രേസി എന്ന് ചോദിക്കുന്നിടത്താണ് ഡയലോഗ് നിർത്തിയത്. ദ ഡയലോഗ് കണ്ടിന്യൂസ്. അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ്. കുറ്റബോധം അല്ല, ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റബോധത്തോടു കൂടി. കാരണം എന്താ, അതാകെ ഒക്കെ വൃത്തിയിൽ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ അലി കാരണം ആകെ ഡിസ്റ്റർബ്ഡ് ആയി, എല്ലാം അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ അത് കുറ്റബോധത്തിൽ പറയാണ്, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്. എൻ്റെ അനിയത്തിയുടെ ഷൂ കാണാനില്ല എന്ന് പറയും. അപ്പോൾ അക്ബർ ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ്. എന്താ ഗെറ്റ് ലോസ്റ്റ്? കടന്നു പോയിവിടുന്നു. ബീറ്റ് ഇറ്റ് എന്ന് പറയുന്നത് ഗെറ്റ് ലോസ്റ്റിന് വേറൊരു വേർഡാണ്. കടന്നു പോയിവിടുന്നത് എന്ന് പറയാണ് ആര്? അക്ബർ. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ. എന്താ, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഷൂ, എൻ്റെ അനിയത്തിയുടെ ഷൂ ഞാനിവിടെ മിസ് ചെയ്തു, എനിക്കത് കാണാനില്ല. ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്കത് കാണാൻ പറ്റുന്നില്ല. ഐ ഡിഡ്ന്റ് ഫൗണ്ട് ഇറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് പോവാൻ, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അതായത് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഇവിടുന്ന് പോവാൻ, ഇവിടുന്ന് കടന്നു പോ എന്ന് പറയണ ആര്? ദ ഷോപ്പ് കീപ്പർ പറയാം. ബാങ്സ് ഹിസ് ഫിസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ്. ബാങ്സ് ഹിസ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഷ്ടി ചുരുട്ടിയിട്ട് അവിടെ പൈൽ ഓഫ് ബോക്സസ്, ആ ബോക്സസിന്റെ മുകളിൽ, വെജിറ്റബിൾ ബോക്സസിന്റെ മുകളിൽ കൈ ചുരുട്ടി ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് ദേഷ്യം വന്നിട്ട് പറയണം എന്താ? ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയണം. അലി റൺസ് അവേ സ്കെയർഡ്. സ്കെയർഡ് പറഞ്ഞാൽ എന്താ? പേടിച്ചിട്ട് അല്ലേ. അലി പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അതായത് ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി.